ആനവണ്ടി എന്ന KSRTCയെ ഇഷ്ടപ്പെടാത്തവരായി മലയാളികളിൽ ആരും തന്നെ ഉണ്ടാവത്തില്ല. അത്രയേറെ KSRTCയെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ കാര്യത്തോടെടുക്കുമ്പോൾ എല്ലാവർക്കും പ്രൈവറ്റ് ബസ് മതി. എന്നാൽ പ്രൈവറ്റ് ബസ്സിൽ നിന്നും കിട്ടുന്ന അതിദാരുണമായ അനുഭവങ്ങൾ ഒരുപക്ഷെ പിന്നെയും KSRTCയെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കും. കല്ലട ബസ്സിലെ യാത്രക്കാരെ ജീവനക്കാർ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട ഞെട്ടലിലാണ് ഓരോ മലയാളികളും. ഏറ്റവും കൂടുതൽ മലയാളികൾ ആശ്രയിക്കുന്ന ഒരു പ്രൈവറ്റ് ബസ്സാണ് കല്ലട ട്രാവൽസ്. എന്നാൽ അതിലെ ജീവനക്കാർ തങ്ങളോട് ചെയ്ത ക്രൂരമായ പ്രവൃത്തികൾക്ക് മാപ്പില്ല എന്ന ഓരോ മലയാളികളും ഇപ്പോൾ പറയുന്നുമുണ്ട്. ഓരോ മലയാളികൾക്കും ആശ്വാസമായി KSRTC പത്തനാപുരം എന്ന പേജിലെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. ഇത്തിരി ദാരിദ്ര്യമുണ്ട്, എന്നാലും ഞങ്ങൾ സുരക്ഷിതമായി യാത്ര തരാം KSRTC. അതെ, തീർച്ചയായും ആനവണ്ടിയിലെ യാത്രകൾ ഒരുപക്ഷെ സുരക്ഷിതമായ യാത്രകളാണ് നമുക്കേവർക്കും സമ്മാനിക്കുന്നത്. പ്രൈവറ്റ് ബസ്സിൽ നിന്നും ഇങ്ങനെ ഒരു ആക്രമണം നേരിടേണ്ടി വന്ന മലയാളികൾക്ക് ഇപ്പോൾ KSRTCയെ പെരുത്തിഷ്ടമാണ്. KSRTCക്ക് വേണ്ടി വൻ ക്യാമ്പയിനുകളാണ് സോഷ്യൽ മീഡിയകളിൽ നടക്കുന്നത്. KSRTCയെ അനുകൂലിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ വരുന്ന പോസ്റ്റുകളിലേക്ക് KSRTC പത്തനാപുരം എന്ന ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: ഇല്ലത്ത് ഇച്ചിരി ദാരിദ്ര്യമാണെങ്കിലും we are concerned about your safety and comfort only. KSRTC ensures safe and secure travel. പോസ്റ്റിന് ചുവടെ KSRTCയെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു കൂട്ടം കമന്റുകളും KSRTC പത്തനാപുരത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ് ഒരുപക്ഷെ പോസ്റ്റായി പ്രതിഫലിച്ചത്. ഈ പോസ്റ്റിന് ചുവടെ ഒരു കൂട്ടം കമന്റുകളും ഇടം പിടിച്ചു കഴിഞ്ഞു. എല്ലാവരും ഇപ്പോൾ കുറെ കമന്റ് ഇടും. 2 ദിവസം കഴിഞ്ഞ് കല്ലട ബസ് വീണ്ടും പിടിക്കും. KSRTC ബസ് സമാധാനമായി യാത്ര ചെയ്യാം, അതാർക്കും മനസ്സിലാവത്തില്ല എന്നൊക്കെ KSRTCയെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ കമന്റ് ചെയ്യുന്നുമുണ്ട്. കഴിഞ്ഞ 8 വർഷമായി ബാംഗ്ലൂർ കോഴിക്കോട് സ്ഥിരം ബസ് യാത്രക്കാരനാണ്. ഏറിയാൽ 4-5 തവണ മാത്രം പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്തിട്ടുമുണ്ട്. ബാക്കിയെല്ലാം KSRTC മാത്രം. പണ്ടൊക്കെ ഇച്ചിരി കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊഴിച്ചു നിർത്തിയാൽ യാത്ര സുഖകരമാണ്. കഴിവതും പറയുന്ന സമയം പാലിക്കാൻ ശ്രമിക്കാറുണ്ട്. മാന്യമായ പെരുമാറ്റവുമാണ് KSRTC ഇഷ്ടം. എന്നാൽ KSRTCയോട് ഇത്തിരി പരിഭവത്തോടെ കമന്റുകൾ രേഖപ്പെടുത്തുന്നവരും വിരളമല്ല. KSRTC ബുക്ക് ചെയ്താൽ കിട്ടത്തുമില്ല, സീസൺ ആകുമ്പോൾ സ്വകാര്യ ബസ്സുകാരെ സഹായിക്കാൻ സെർവർ ഡൗൺ ആക്കി വെക്കുകയും ചെയ്യുമെന്നൊക്കെ കമന്റുകളുമുണ്ട്. KSRTCയുടെ ബാംഗ്ലൂർ സർവീസുകളുടെ സമയ വിവര പട്ടികയും കൂടെ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് അതു വളരെ ഉപകാരമായി എന്നോണം കമന്റുകൾ രേഖപ്പെടുത്തിയവരും വിരളമല്ല. ബസ്സിൻ്റെ സമയവിവരങ്ങൾ കിട്ടിയത് വലിയ ഉപകാരമായെന്നും പക്ഷേ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ സെർവർ വളരെ സ്ലോ ആണെന്നുമൊക്കെ പരാതിപ്പെടുന്നവരും ചില്ലറയല്ല. ആനവണ്ടിയെ മറക്കാൻ തനിക്ക് സാധിക്കില്ല എന്ന വേറൊരു വ്യത്യസ്തമായ കമൻറ്റ്. അതായത് KSRTC ബസ്സുകൾ ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്ന സമയമാണെന്നും എന്നാൽ താൻ എവിടെ പോയാലും മറ്റുള്ള പ്രൈവറ്റ് ബസ്സിൽ കയറാറില്ല എന്നും KSRTCയോടുള്ള ഇഷ്ടം മൂത്ത ഒരുപാട് പേർ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. KSRTCയിലെ ജീവനക്കാരുടെ പെരുമാറ്റത്തെ പുകഴ്ത്തിയും വാനോളം കമന്റുകൾ ഉയരുന്നുണ്ട്. യാത്രാ സുഖം ഇത്തിരി കുറഞ്ഞാലും അല്പം വൈകിയാലും നല്ല പെരുമാറ്റമാണ് യാത്രക്കാരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകുന്ന KSRTCയെ ഒത്തിരി ഇഷ്ടമാണെന്നും ചിലർ കമന്റുകളിൽ വ്യക്തമാക്കുന്നുമുണ്ട്. എന്തായാലും KSRTCയോട് മലയാളികൾക്കെന്നും പ്രിയം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.